ഈ പ്രപഞ്ചത്തിൽ നമ്മളൊരു ജോലിക്കാർ എന്നുള്ളതല്ല, ഈ ജോലിക്കാരായ നമ്മളെയും സൃഷ്ടിച്ചത് അവനാണ്. ഈ പ്രപഞ്ചത്തിൽ അവൻ്റെതല്ലാത്ത ഒന്നുമില്ല. നമ്മൾ പോലും അവന്റെ ഔദാര്യമാണ്. നമ്മുടെ ജീവിതം പോലും അവന്റെ ഔദാര്യമാണ്. നമ്മൾ ജോലി ചെയ്യുന്നതിന് നമുക്ക് പ്രതിഫലം നൽകുക എന്നുള്ളത് പോലും അവൻ നമുക്ക് നൽകേണ്ടതില്ല, നമ്മളത് അർഹിക്കുന്നില്ല. എന്നിട്ട് പോലും നമ്മെ സൃഷ്ടിച്ചവനായ നമ്മുടെ സൃഷ്ടാവ്, നമുക്ക് കഴിവുകൾ തന്നവനായ നമ്മുടെ സൃഷ്ടാവ്, അവന്റെ കഴിവുകൾ കൊണ്ട്, അവൻ നൽകിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചതിന് അവൻ പ്രതിഫലം തരുന്നു എന്നുള്ളത് അവന്റെ അങ്ങേയറ്റ ഔദാര്യമാണ്. അവന്റെ ഈ ഭൂമിയിൽ അവൻ കൃത്യമായി 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇതെന്റെ ഭൂമിയാണ്, നിങ്ങളുടെ സൃഷ്ടാവ് ഞാനാണ്, നിങ്ങൾക്ക് അന്നം നൽകിയവനും വെളിച്ചം നൽകിയവനും ഞാനാണ്, ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയേണ്ടത് ഞാനാണ്, എന്റെ കൽപ്പനകൾക്കനുസരിച്ചുള്ള നിങ്ങളുടെ ജീവിതത്തിന് മാത്രമേ നാളെ പരലോകത്ത് നിങ്ങൾക്ക് പ്രതിഫലമുള്ളൂ. എന്റെ കൽപ്പനകൾ ധിക്കരിക്കുകയും എന്റെ അനുഗ്രഹങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്താൽ, നിങ്ങൾ എത്ര കണ്ട് സമൂഹത്തിൽ നന്മകൾ ചെയ്താലും ശരി, നിങ്ങൾ ജോലിയെടുത്ത് ഉയർത്തൊലിച്ചാലും ശരി, എന്റെ കൽപ്പനകളെ ധിക്കരിച്ചവരെന്ന നിലക്ക്, ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ മടിച്ചവരെന്ന നിലക്ക് നിങ്ങൾ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടും. ഇസ്ലാം പറയും. ഇവിടെയാണ് ഈമാൻ പ്രസക്തമാകുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അയാൾ പ്രതിഫലത്തിന് അർഹനാകുന്നത്. റബ്ബിന്റെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ റബ്ബ് എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ, ആ രൂപത്തിൽ ആഗ്രഹിച്ചിരിക്കണം. നമ്മളൊരാൾക്ക് സമ്മാനം കൊടുക്കുക, നമുക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കൊടുക്കാം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സമ്മാനം അയാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് ഉപകാരപ്രദമായ ഒന്നായിരിക്കാം, പക്ഷെ അയാൾക്കത് ഉപകാരപ്രദമാവുന്ന ഒന്നാവണമെന്നില്ല. സ്വാഭാവികമായും മനുഷ്യന്റെ ബുദ്ധി പറയുന്ന ഒന്നാണ്, നമ്മൾ ആരെയാണോ സംതൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ആർക്കാണോ നമ്മൾ തൃപ്തി നൽകാൻ ആഗ്രഹിക്കുന്നത്, അയാൾ തൃപ്തിപ്പെടുന്നതെന്തോ അത് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ ബുദ്ധി മനുഷ്യനോട് പറയുന്നത്. എങ്കിൽ ആ ബുദ്ധി തന്നെയാണ് നമ്മളോട് പറയേണ്ടത്, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ അതിന്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യരെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും അംഗീകരിച്ച് ഞാനാണ് അന്നദാതാവ്, ഈ അനുഗ്രഹങ്ങൾ നൽകിയത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ജീവിതം സമർപ്പിക്കുക, എന്റെ കൽപ്പനകളായിരിക്കണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന രൂപത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യരെ ഞാൻ നിങ്ങളെയും ജിന്നുകളെയും സൃഷ്ടിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി മനുഷ്യനിൽ തജ്ദീദ്, മനുഷ്യനിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് ഏകദൈവ വിശ്വാസത്തിന് മാത്രമാണ്. മനുഷ്യനെ യഥാർത്ഥ നന്മകളുള്ള മനുഷ്യനായി മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ കഴിയുന്നത് തൗഹീദിന് മാത്രം. തൗഹീദ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ വേറൊരു ദർശനത്തിനും മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളതിന് പ്രപഞ്ചം സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തുള്ള വമ്പൻ നേതാക്കന്മാരെ കുറിച്ച്, ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ ജനനായകന്മാരെ കുറിച്ച്, മതരംഗത്തും ഭൗതിക രംഗത്തും നേതൃത്വം നൽകിയതിൽ വലിയ വിജയം നേടിയ ആളുകളെ കുറിച്ച് ഒരു വ്യക്തി ഒരു പുസ്തകം രചിച്ചു. അത് റാങ്കിങ് ആയിരുന്നു, 1ാം റാങ്ക്, 2nd റാങ്ക്, 3rd റാങ്ക്. അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. ക്രൈസ്തവ മതവിശ്വാസിയായ അദ്ദേഹം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്യുന്ന ആ വ്യക്തി ദ 100 എന്ന പുസ്തകം രചിച്ചപ്പോൾ ലോകത്ത് ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വിജയം നേടിയ നേതാക്കന്മാർ എന്ന ടൈറ്റിലിൽ ആ പുസ്തകം ഇറങ്ങിയ സമയത്ത് ആ പുസ്തകത്തിന് യോജിച്ച 100 പേരെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് എന്തുമാത്രം ശ്രമകരമായ പണിയാണ്.
ആയിരക്കണക്കിന് ലോകം കണ്ട നേതാക്കന്മാരുടെ ജീവചരിത്രത്തിലൂടെ അദ്ദേഹം ഇറങ്ങിപ്പോയി പഠനങ്ങൾ നടത്തി. ആ ലിസ്റ്റ് ചെറുതാക്കി ഷോർട്ട് ചെയ്ത് അത് 1000 500 500 100 150 25 10 5 പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തി. അതിലെ 1 2 3 മാർക്ക് കൊടുക്കും. 3 തീരുമാനിച്ചു, 2 തീരുമാനിച്ചു, 1 ആർക്ക് നൽകും? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. ഫസ്റ്റ് റാങ്കിങ് ആർക്ക് കൊടുക്കും? അതിന് യോഗ്യത ഉള്ളത് ആരാണ്? അയാൾ വീണ്ടും പുനർവായനകളും വീണ്ടും പഠനങ്ങൾ നടത്തി. അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തിന്റെ മനസാക്ഷിയോട് എതിര് പറയാൻ സാധിച്ചിട്ടില്ല. ആ സത്യം അംഗീകരിക്കുക മാത്രമായിരുന്നു അദ്ദേഹത്തിന് മുമ്പിലുള്ള വഴി. 1ാം റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്തത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. മുഹമ്മദ് നബിയുടെ പേരാണ്. ക്രൈസ്തവ മതവിശ്വാസിയായ വ്യക്തി. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് പോലും, ജീസസിന്റെ പേര് പോലും അദ്ദേഹം കൊടുത്തത് 3ാം റാങ്കാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ലോകത്ത് ഈ വിഷയങ്ങളെക്കുറിച്ച് മനസാക്ഷിയോട് വഞ്ചന കാണിക്കാതെ പഠിക്കുന്നവരൊക്കെ അംഗീകരിക്കുന്ന വസ്തുതയാണ്, ലോകത്ത് ഈ പ്രവാചകൻ വരുത്തിയതുപോലുള്ളൊരു മാറ്റം ആരും വരുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് സാധിച്ചത് ഇതിനെക്കുറിച്ച് പഠിച്ചവരായ നമ്മുടെ കൗമിന് പുറത്തുള്ള ആളുകളായ പഠന ഗവേഷണം നടത്തിയവർ പറഞ്ഞ ഒരൊറ്റ മറുപടി ഉണ്ട്. മുഹമ്മദ് എന്ന വ്യക്തിക്ക് ഇതിനു മാത്രം വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചതിന്റെ അടിസ്ഥാനം ശുദ്ധ തൗഹീദ്, ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ദർശനമാണ് അദ്ദേഹം സമർപ്പിച്ചത് എന്നതുകൊണ്ടാണ് 23 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചത്. ഈമാനാണ് മനുഷ്യ നാഗരികതയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. ഈമാനിന് മാത്രമാണ് മനുഷ്യനെ അവന്റെ പരിപൂർണ നന്മകളുള്ള മനുഷ്യനാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഏതൊരു പ്രശ്നത്തിന്റെയും പരിഹാരം, ആത്യന്തികമായ പരിഹാരം തൗഹീദാണ്. നാട്ടില് സ്ത്രീകൾക്കെതിരെയുള്ള, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ശാഖകളായ പല പരിഹാരങ്ങളും കാണാം. പക്ഷെ അടിസ്ഥാനപരമായ പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ തൗഹീദ് എന്നാണ്. ചിലപ്പോൾ അത് അറിയാത്ത ആൾക്കാർക്ക് ഒരു പരിഹാസ്യത തോന്നും. എന്ത് തൗഹീദോ? സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക്. നാട്ടിൽ അഴിമതി വർദ്ധിക്കുന്നു, പരിഹാരം എന്താണ്? തൗഹീദാണ്. മനുഷ്യന്റെ ജീവൻ അന്യായമായി ചിന്തപ്പെടുന്നു, രാജ്യങ്ങൾ അന്യായമായി ആക്രമിക്കപ്പെടുന്നു, കുട്ടികൾ കൂട്ടക്കൊലപാതകങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു, പരിഹാരം എന്താണ്? തൗഹീദാണ്. തൗഹീദാണ് പരിഹാരം എന്നുള്ളത് പറയുന്നത് എന്തർത്ഥത്തിലാണ്? മനുഷ്യൻ അടിസ്ഥാനപരമായി നേർവഴിക്ക് നടക്കുന്നത് തൻ്റെ സ്രഷ്ടാവിനെ അംഗീകരിക്കുന്നത് വഴി മാത്രമാണ്. നേരം വെളുത്ത് നമ്മൾ എഴുന്നേൽക്കുകയാണ്, ടാപ്പ് തുറന്നു, പൈപ്പ് തുറന്നു, വുദു എടുക്കാൻ വേണ്ടി നാറുന്ന വൃത്തികെട്ട വെള്ളമാണ് അതിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത്. എന്ത് ചെയ്യും? നമ്മൾ 2 മിനിറ്റ് ഒന്ന് ടാപ്പ് അടിച്ച് ഒന്നും കൂടി തുറന്നാൽ റെഡിയാവും. അതല്ല, ആ ടാപ്പ് അവിടെ നിന്ന് ഊരി മാറ്റി വേറെ ടാപ്പ് പിടിച്ച, അതൊന്നുമല്ല പരിഹാരം. ഇതൊക്കെ കേവലമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ആത്യന്തികമായ പരിഹാരം, അതിൻ്റെ ആരംഭം എവിടെയാണോ അവിടെയാണ് പരിഹാരം കാണേണ്ടത്. കയറി ചെല്ലണം, മുകളിൽ ചെന്ന് വാട്ടർ ടാങ്കി നോക്കണം, അതിലുള്ള മാലിന്യങ്ങൾ എടുത്തൊഴിവാക്കി അത് വൃത്തിയാക്കിയാൽ മാത്രമേ അതിൽ നിന്ന് വരുന്ന വെള്ളം ശുദ്ധമായി മാറുള്ളൂ. അടിസ്ഥാനപരമായി മനുഷ്യൻ തൗഹീദിൽ വിശ്വസിക്കുകയും ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ നന്നായി, കുടുംബം നന്നായി, സമൂഹം നന്നായി, രാഷ്ട്രം നന്നായി, നാട് നന്നായി. അത് വെറുതെ പറയല്ലോ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്. നിങ്ങളൊരു ഉത്തമ സമുദായമാണ്, മാനവ സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു ഉത്തമ സമുദായമാണ്. കുൻതും ഖൈറ ഉമ്മ. ശുദ്ധ ഖുർആന്റെ പ്രയോഗമാണത്. ഖുർആൻ പറയുന്നത് സത്യമല്ലാതിരിക്കൂലല്ലോ, കളവാകൂലല്ലോ. കുൻതും ഖൈറ ഉമ്മ. നിങ്ങളെ കവച്ചു വെക്കാൻ ഒരു മനുഷ്യരും ഒരു സമൂഹവും ലോകത്തുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. കുൻതും ഖൈറ ഉമ്മ. ഈ ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും ഗുണങ്ങൾ നിറഞ്ഞ സൽക്കർമ്മങ്ങളുടെ കൂട്ടായ്മയാണ് ഇസ്ലാം. അതെങ്ങനെയും പഠിച്ചോട്ടെ, ആരും പഠിച്ചോട്ടെ. ഈ ഉമ്മത്തിനെ പോലെ നന്മകളുള്ള ഒരു ഉമ്മത്തിനെ നമുക്ക് ലോകത്ത് എവിടെങ്കിലും കാണാൻ കഴിയോ? എവിടെയും കാണാൻ കഴിയില്ല.
അത് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കരുതലിൻ്റെയും താങ്ങാവുന്നതിൻ്റെയും മാതൃകയാവട്ടെ. ഈ ഉമ്മത്തിനെ പോലെ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഇഷ്ടപ്പെടാനും താങ്ങാവാനും തണലാവാനും ഇതുപോലെ ചേർന്ന് നിൽക്കാനും കഴിയുന്ന വേറെ ഏത് ഇഴയടുപ്പമുള്ള വേറെ ഏത് ഉമ്മത്തെ പ്രപഞ്ചത്തിലുള്ളത്? പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം മുസ്ലിം ഉമ്മത്തിനെ പരിഹസിച്ചുകൊണ്ട് ചില ആളുകൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, കാക്കമാരും കാക്കത്തിമാരും. അദ്ദേഹം അതിനെക്കുറിച്ച് ആ പരിഹാസ രൂപേണ അതിനൊരു മറുപടി കൊടുത്തു. അതെ, നമ്മൾ കാക്കമാരും കാക്കത്തിമാരുമാണ്, സംശയമല്ല. കാരണം കാക്കക്കൊരു സ്വഭാവമുണ്ട്, അതിനെന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ അത് കഴിച്ച് അത് തീർക്കുന്നതിന് മുമ്പ് ബഹളം വെച്ച് മറ്റുള്ള അതിൻ്റെ കൂട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തും, എന്നിട്ടത് തിന്നും, അത് കഴിക്കാൻ തുടങ്ങും. അതിനെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ പോകുന്ന സാധനങ്ങൾ മൊത്തം അവിടെ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കാക്കമാരും കാക്കത്തിമാരുമായത് പരസ്പരമുള്ള സ്നേഹമാണ്, പരസ്പരമുള്ള അടുപ്പം. ഞാനിത് പറയുന്നത് എൻ്റെ വിഷയം അതല്ല, ഞാനത് പറയുന്നത് തൗഹീദിന് മാത്രമേ ഇങ്ങനെ മനുഷ്യനെ നന്നാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഞാൻ ഊന്നുന്ന പോയിന്റ്. അത് ലഹരിയുമായി ബന്ധപ്പെട്ട മേഖല ശാരീരിക ശുദ്ധി, നമ്മൾ പെട്ടെന്ന് മനസ്സിലാകുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ്. ശാരീരികമായി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന വൃത്തി, ശുചിത്വം, ഈ ഉമ്മത്ത് ശാരീരിക വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് ചെറുതാന്ന് തോന്നുന്ന, എങ്ങനെ നഖം മുറിക്കണം, എങ്ങനെ പല്ല് തേക്കണം, എങ്ങനെ കുളിക്കണം, നിർബന്ധമായ കുളികൾ എന്താണ്, കുളിയുടെ ഷർത്തുകൾ എന്താണ്, നജസ് എന്താണ്, മാലിന്യങ്ങളിൽ നിന്ന് എങ്ങനെ വൃത്തിയാവണം. നമ്മുടെ കുട്ടികൾ മദ്രസയിൽ ചെന്നാൽ ആദ്യം പഠിക്കുന്ന പാഠങ്ങളാണ് മലമൂത്ര വിസർജനത്തിന്റെ രൂപം. ഇങ്ങനെ അതിൻ്റെ ആ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം തൊട്ട് എങ്ങനെ മൂത്രിച്ചാൽ വൃത്തിയാക്കണം എന്നത് മുതൽ എങ്ങനെ രാജ്യം ഭരിക്കണം എന്നുവരെ പഠിപ്പിച്ചു തന്നൊരു മതമാണ്. തൗഹീദിനെ ഇത് കഴിയും. ആ തൗഹീദിൽ കറകളഞ്ഞ വിശ്വാസം ആർജിക്കാൻ നമുക്ക് സാധിക്കണം. അതിലുണ്ടാകുന്ന ചെറിയ പാകപ്പിഴവുകൾ പോലും വലിയ അപകടങ്ങളായി മാറും. ബദറിന്റെ ഓർമ്മകൾ ആളുകൾ പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ബദറിന്റെ ചരിത്രം, ബദർ എന്തിനു വേണ്ടിയാണ്? ബദർ എന്തിനു വേണ്ടിയായിരുന്നു? ബദർ മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? അല്ലല്ലോ. മനുഷ്യരെ നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? അല്ലല്ലോ. മനുഷ്യരെ നിങ്ങൾക്കിടയിൽ ഈ ജാതി വ്യവസ്ഥകളൊന്നും പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? നിങ്ങൾ കളവും വഞ്ചനയും നടത്തരുത് മനുഷ്യരെ എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? ഇതിന്റെ പേരിലൊന്നുമല്ല ബദർ നടന്നത്. ഇതിന്റെ പേരിൽ ബദർ നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നന്മയാണെന്ന് അവരൊക്കെ അംഗീകരിച്ച വിഷയമാണ്. പക്ഷെ ആ നന്മയെ അവർക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതിരിക്കാനുള്ള അതിന്റെ അടിസ്ഥാനപരമായ കാരണം അവർ തൗഹീദ് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. തൗഹീദ് അംഗീകരിക്കുമ്പോൾ മാത്രമേ തങ്ങൾ പോലും അവർ പോലും തിന്മയുടെ ആളുകൾ പോലും നന്മകളായി മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് പരിഹാരം തൗഹീദാണ് എന്ന് പറഞ്ഞതായിരുന്നു മക്കയിലെ മുശ്രിക്കുകളെ പ്രകോപിപ്പിച്ച വിഷയം. അലിഹാദ ജമഅതന തബ്ബൻ ലക യാ മുഹമ്മദ്, അലിഹാദ ജമഅതന, മുഹമ്മദ് നിനക്ക് നാശം ഉണ്ടാവട്ടെ, ഇത് പറയാൻ വേണ്ടിയാണോ നീ വിളിച്ചു കൂട്ടിയത്? ഏത് പറയാൻ? തൗഹീദ് പറയാൻ വേണ്ടിയാണ് വിളിച്ചു കൂട്ടിയത്. ആ ഒരു കൊച്ചു സംഘത്തിന്റെ ചെറുത്തുനിൽപ്പ്, തൗഹീദിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കൊച്ചു സംഘത്തിന്റെ പ്രതിരോധമാണ് ലോകത്തിന്റെ മുഴുവൻ വെളിച്ചായി മാറിയത്. അവരുടെ യുദ്ധചരിത്രം നമുക്ക് വേണമെങ്കിൽ പറയാം, പോരാട്ട വീര്യം നമുക്ക് പറയാം, അവരുടെ ആത്മബലം നമുക്ക് പറയാം. ഇതൊക്കെ നമ്മൾ അയവിറക്കുമ്പോഴും അടിസ്ഥാനപരമായി എന്തിന് ബദർ നടന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കൃത്യമായി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നൊക്കെ നടക്കും. ശിർക്കും ഖുറാഫാത്തുകളും ബിദ്അത്തുകളും തോന്നിവാസങ്ങളും എന്തുമാത്രം വ്യാപകമാണ്. ടെക്നോളജിയുടെ ലോകത്താണ് നമ്മൾ. AI കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധിയെക്കുറിച്ച്, അദ്ദകാഉൽ ഇസ്തിനാഇ, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നമ്മൾ AI കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ പണികളൊക്കെ അവർ ഏറ്റെടുക്കുകയാണ്. ട്രാൻസ്ലേഷൻ രംഗത്തുള്ള ജോലികളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാര് അരികിൽ നിന്ന് നോക്കിയാൽ മതി, ഞങ്ങൾ ലോകം ഭരിച്ചുകൊള്ളാം എന്ന് പറയുന്ന ടെക്നോളജിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ഈ ടെക്നോളജി വർദ്ധിച്ചിട്ടും അറിവിൻ നിലാവ് എന്നുള്ളതിന് യാതൊരു പഞ്ഞവുമില്ല. ഈ ടെക്നോളജി വർദ്ധിച്ചിട്ടും സ്വലാത്ത് നഗറിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നില്ല. ഈ ടെക്നോളജി വർദ്ധിച്ചിട്ടും നാട്ടുകല്ല് മക്കാം അടക്കമുള്ള നമ്മുടെ മക്കാമുകളിലുള്ള സന്ദർശകരുടെ എണ്ണം കൂടുകയും അന്ധവിശ്വാസങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യുകയല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ടെക്നോളജി കൊണ്ടു നടന്ന ഒരുത്തനാണ് കയ്യിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും ആധുനികമായ ലോകത്ത് പുറത്തിറക്കപ്പെടുന്ന മൊബൈൽ ഫോണുകളിൽ ഒന്ന്. അന്ന് ലോകത്ത് തന്നെ പേരുകെട്ട ബ്രാൻഡഡ് ആയിട്ടുള്ള കാറ്, ഏറ്റവും വില കൂടിയ ടെക്നോളജി കയ്യിലുള്ള ഒരുത്തനാണ് തൻ്റെ ഭാര്യയെ 4-മത്തെയോ 5-മത്തെയോ പ്രസവത്തിന് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ മുരടിച്ച് CM മക്കാമിലേക്ക് വിളിച്ച് നേർച്ച നേർന്ന് CMനോട് പരാതി പറഞ്ഞ് തൻ്റെ ഭാര്യ CMന്റെ സംരക്ഷണത്തിൽ പ്രസവിക്കുമെന്നോർത്ത് സ്വന്തം ഭാര്യയെ കൊലക്ക് കൊടുത്തത്. ഇപ്പൊ ടെക്നോളജി കൊണ്ട് ശിർക്കില്ലാതാവൂല. ലോകത്ത് അറിയപ്പെടുന്ന കോടികളുള്ള ലോകവിവരമുള്ള സെലിബ്രിറ്റികളായ ആളുകൾക്ക് നൂലിന്റെ ബലമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. ശരീരം മുഴുവൻ നൂല് കെട്ടി ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ കൂപ്പുകൊത്തി ജീവിക്കുന്ന ആളുകൾ. ഞാനിത് പറയുന്നത്, ലോകപ്രസിദ്ധമായ ഒരു നോവൽ ഉണ്ടല്ലോ, ഡ്രാക്കുള എന്ന് പറയുന്ന നോവൽ രചിക്കപ്പെടാൻ കാരണമായിട്ടുള്ളത് ഈ യൂറോപ്യൻ രാജ്യമായ ഒരു രാജ്യമാണ്. രാജ്യത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. യൂറോപ്യൻ രാജ്യമായ ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് 2 കാര്യങ്ങളാണ്. ഒന്ന് സോഫ്റ്റ്വെയർ നിർമ്മാണം, 2 കാറ് നിർമ്മാണം. സോഫ്റ്റ്വെയർ കാറ് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ ഒരു യൂറോപ്യൻ രാജ്യം, ടെക്നോളജിയുടെ നെറുകയിൽ നിൽക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്ത് സർക്കാരിന് ടാക്സ് നൽകുന്ന 5 ലക്ഷം സാഹിർമാരുണ്ട് എന്നാണ് കണക്ക്, ഔദ്യോഗിക കണക്ക്. സാഹിർ എന്ന് പറഞ്ഞാൽ മാരണം, ജോത്സ്യപ്പണി ചെയ്യുന്ന ആളുകൾ. അവരുടെ വരുമാനത്തിന്റെ 5%, 5 ലക്ഷത്തോളം ആളുകൾ ഔദ്യോഗികമായി ഒഫീഷ്യലായി പേര് രജിസ്റ്റർ ചെയ്ത സാഹിറന്മാരാണ്, കണക്കന്മാരാണ്. അതിൽ 90% സ്ത്രീകളാണ്. ഈ 5 ലക്ഷത്തിന്റെ ടാക്സ് കൂടി ഈ പുരോഗമനവാദികൾ വാങ്ങുന്നു. പക്ഷെ ആ നാട്ടിൽ നിർഭയത്തല്ല, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. രാത്രി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇടയിലുള്ള അന്ധവിശ്വാസങ്ങളുടെ കണക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലും ഒരു സാഹിറെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. കാരണം അവരുടെ ഏത് കാര്യമാണെങ്കിലും ശരി, അവരുടെ വസ്ത്രം കണ്ടാൽ മോഡേൺ ആണ്, അവരുടെ രൂപം കണ്ടാൽ മോഡേൺ ആണ്, ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഐഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫോൺ ആയിരിക്കാം, ഒക്കെ ശരിയായിരിക്കും. പക്ഷേ ഉള്ളു നിറയെ ഈ അന്ധവിശ്വാസങ്ങളാണ്. ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് കേട്ടപ്പോഴാണ് ഡ്രാക്കുള എന്ന നോവലിന്റെ കർത്താവിന് ഇങ്ങനൊരു നോവലിന് സ്കോപ്പ് ഉണ്ടല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രേതക്കഥക്ക് അനുയോജ്യമായ മണ്ണ് ഈ നാട് തന്നെയാണ് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും കാപ്പാത്യൻ പർവ്വത നിരകൾ, അവിടെയുള്ള ഡ്രാക്കുള എന്ന് പറഞ്ഞ അവിടെ ഭരിച്ചിരുന്ന ഒരു പ്രഭു ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കോട്ടയെ തൻ്റെ സങ്കല്പങ്ങളിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ സങ്കല്പത്തിനൊത്ത് ചെത്തുമിനുക്കിയപ്പോൾ ഉണ്ടായ ഒന്നാണ് ഡ്രാക്കുള എന്ന് പറഞ്ഞവർ. ഞാനിത് പറയുന്നത്, പുരോഗമനം മനുഷ്യന് നിർഭയത്വം കൊണ്ടുവരൂല. പുരോഗമനം മനുഷ്യന്റെ ഉള്ളിലുള്ള അന്ധവിശ്വാസങ്ങളെ തകർക്കൂല. ഈ അന്ധവിശ്വാസവുമായി ഏറ്റവും വലിയ ടെക്നോളജിയുമായി ജീവിക്കുന്ന ആളുകളെക്കാൾ നിർഭയത്വമുള്ളത് സ്കൂളിന്റെ വരാന്ത പോലും കാണാത്ത അഹമ്മദ്ക്ക തൻ്റെ മീൻ വിറ്റ് തൻ്റെ കാലിക്കൊട്ടയുമായി കൊണ്ട് പാട്ടും പാടി മൂളിപ്പാട്ടും പാടി നടന്നു പോകുന്നത് പള്ളിക്കാടിന് നടുവിലേക്കും. ആൾക്കൊരു പേടിയുണ്ടാവില്ല, ബേജാറുണ്ടാവില്ല. കാരണം തൗഹീദാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. സ്കൂളിന്റെ വരാന്ത കാണാത്ത അഹമ്മദ്ക്കാക്ക് എവിടെ നിന്നാണ് ഈ നിർഭയത്വം കിട്ടിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് വളരെ കൃത്യമായി ഉൾക്കൊള്ളുകയും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നിർഭയത്വം കവർന്നെടുക്കപ്പെടുമെന്നാണ്. അത് കവർന്നെടുക്കാനുള്ള കുറേ ശ്രമങ്ങൾ നടക്കുന്നത്. ഞാൻ ജസ്റ്റ് ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോവാം. സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസങ്ങൾ വർദ്ധിച്ചു വരുന്നു. സാധാരണക്കാരായ മനുഷ്യന്മാർ എത്ര ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരാണ്, എത്ര വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടിലെ ഇരു സമസ്തകളുടെയും ഇത്തരം മതം വിറ്റ് പണമാക്കുന്ന ഇത്തരം ദുരാചാരങ്ങളുടെ ഏറ്റവും വലിയ ആത്മാർത്ഥതയുള്ള അണികളായി വർത്തിക്കുന്നത് നമുക്കറിയാം. എത്ര പേരാണ്.
വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കൃത്യമായി വക്രീകരിക്കുകയും അവരുടെ മുന്നിലേക്ക് ലോകത്ത് IAS IPS പോലെയുള്ളത് എത്തിപ്പിടിക്കാൻ മാത്രമുള്ള ബുദ്ധിശക്തികളെ, സിവിൽ സർവീസ് എഴുതി ഉന്നത റാങ്ക് വാങ്ങാൻ പോലും കഴിവുള്ള ബുദ്ധികളെ, എന്നാൽ തങ്ങളുടെ ഞൊണ്ടി ന്യായങ്ങൾ കൊണ്ട് ഏറ്റവും നിസാരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ചെറു വിഷയങ്ങളിൽ പോലും വിഡ്ഢികളാക്കി നിർത്താൻ ഇവർക്ക് സാധിച്ചത് മതം കൊണ്ടാണ്. അപ്പൊ അതിനുള്ള പരിഹാരം ഇസ്ലാമിന്റെ തനതായ പ്രബോധനം മാത്രം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത തൗഹീദി പ്രബോധനവുമായി കൊണ്ടുവന്നപ്പോ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദി പ്രബോധനത്തോട് എതിർത്തുകൊണ്ട് അവർ പറയുന്നത് വലാ തദറുന്ന ആലിഹതക്കും ലാ തദറുന്ന ആലിഹതക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. നൂഹിന്റെ വർത്തമാനം കേട്ട് നിങ്ങൾ ഈ വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും വലിച്ചെറിയല്ലേ. അത് നമ്മുടെ ദൈവങ്ങളാണ്. ആരാണ് വദ്ദ്, സുവാഖ്, യഗൂസ്, യഊഖ്, നസ്ർ? കാനൂ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സച്ചരിതരായ സന്മാർഗികളായ മുത്തഖീങ്ങളായ ഒരു കൂട്ടം ആളുകളാണ്. നിങ്ങൾ നോക്കി, സന്മാർഗികളായ മുത്തഖീങ്ങളായ നമ്മുടെ നാടൻ ഭാഷയിൽ, ഇവിടുത്തെ ഭാഷ പറഞ്ഞ ഔലിയാക്കന്മാരായ ആളുകളോട് തന്റെ ആപൽഘട്ടങ്ങളിൽ റബ്ബിനോട് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞവര് ശിർക്കായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഖുർആൻ അക്കമിട്ടുകൊണ്ട് പറയുമ്പോൾ, അല്ല, ഔലിയാക്കന്മാരും മഹാന്മാരുമായ ആളുകളോട് നമ്മൾ ചോദിക്കുന്നത് അതിൽ ശിർക്കില്ല, അവർ റബ്ബ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്നാണ് വിശ്വാസം. ഉമർ മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് പറഞ്ഞ, ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കഥയുണ്ട്. അദ്ദേഹം പള്ളി ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രസകരമായ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം. കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്തരം ചിന്തകൾ ഇങ്ങനെ വരികയാണ്. താൻ പഠിക്കുന്നതും എന്നാൽ ഖുർആനിലും ഹദീസിലും കാണുന്നതും നേർക്കുനേരെ മനസ്സിലാകുന്നതും ഉസ്താദുമാര് വ്യാഖ്യാനിച്ചു തരുന്നതും രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണല്ലോ എന്ന ചിന്തയിൽ നിന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉസ്താദിനോട്. ഉസ്താദേ, നമ്മൾ സാധാരണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ അത് ശിർക്കാണ്, ചെയ്യരുത് എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മൾ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത മരണപ്പെട്ടു പോയ ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് രണ്ടും ഒന്നല്ലേ? അപ്പൊ ആ ഉസ്താദ് അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തത് കുറെ ചീത്ത പറയലായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിൽ പറഞ്ഞു, ഉസ്താദിന് ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലായി, പക്ഷെ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ ലഭിച്ചില്ല. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഉണ്ട്, അത് ഗുരുവായൂരപ്പൻ അള്ളാഹ്ക്ക് അപ്രിയനും ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട ആളുമാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തവരെ വിളിച്ചാൽ ശിർക്കാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തൗഹീദാണ് എന്നല്ലേ ഉസ്താദ് പറഞ്ഞത്. അപ്പൊ ഉസ്താദെ, അവിടെയും ചോദ്യം അവസാനിക്കില്ലല്ലോ, ഒരു ചോദ്യം കൂടി ഉണ്ട്. അതെന്താ? നമ്മൾ സാധാരണ ക്രിസ്ത്യാനികൾ ശിർക്ക് ചെയ്യാറുണ്ടെന്ന് പറയല്ലേ? ക്രിസ്ത്യാനികൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഈസാ നബിനല്ലേ, കന്യാമറിയമ്മനല്ലേ, അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരല്ലേ? അതെന്തുകൊണ്ടാണ് പിന്നെ ശിർക്കായത്? അദ്ദേഹം അതിന് നൽകിയ മറുപടി, ഇത്ര ചെറുപ്പത്തിൽ നിന്റെ തല തിരിഞ്ഞുപോയോ എന്നുള്ളതാണ്. അപ്പൊ ഉസ്താദിനോട് തിരിച്ചു പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, ഉസ്താദെ, തിരിഞ്ഞു പോയതല്ല തല, തിരിഞ്ഞു പോയ തല നേരെയാവാൻ തുടങ്ങുകയാണ്. ഭയം കൊണ്ട് ഞാൻ ആ സംസാരം അവിടെ നിർത്തിയത്. ഞാനത് പറയുന്നത്, ഇത്ര ശുദ്ധമായ ഈ തൗഹീദ് വക്രീകരിക്കപ്പെടുന്നത് എന്തുമാത്രം ഭീകരമായ അവസ്ഥയിലാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ മുഴുവൻ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആശയമുണ്ടല്ലോ, അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദഅ. പ്രയാസപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവൻ ആരാ? അമ്മ യഹ്ദീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. കടലിലെയും കരയിലെയും ഇരുട്ടുകളിൽ നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നവൻ, വഴി കാണിച്ചു തരുന്നവൻ ആരാ? ഇങ്ങനെ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ റസൂലെ പറഞ്ഞു കൊടുക്കുക, ഞാൻ അടുത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകുന്നവനായി അടുത്തുണ്ട്. ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം ചെയ്യാം. തൗഹീദിന്റെ ആയത്തുകൾ മാത്രമാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഒരു മനുഷ്യന് തൗഹീദ് കിട്ടാനായ കാരണമായ ഒരു ആയത്താണത്. ഒരു മനുഷ്യന് തൗഹീദ് കിട്ടാൻ കാരണമായ ഒരു ആയത്തിന്റെ ഒരു ഭാഗമാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അടിമക്ക് അല്ലാഹു പോരേ. ഈ ഒരൊറ്റ ചോദ്യം കൊണ്ടാണ് ഒരു മനുഷ്യന് തൗഹീദ് കിട്ടിയത്. ഈ ആയത്തുകളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 27-ാം റമദാൻ 27 സ്വലാത്ത് നഗറിലേക്ക് ദ്വീപ് സമൂഹങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു വരുന്ന ഒരു കൂട്ടം ആളുകളുടെ കപ്പൽ അകപ്പെട്ടപ്പോൾ അവർ വിളിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥന ക്യാമറകൾക്ക് മുമ്പിൽ വന്ന് പറയുന്ന കേരളത്തിൽ പേര് കിട്ട ഒരു പുരോഹിത പണ്ഡിതൻ,
ബദരീങ്ങളെ, നിങ്ങളല്ലാതെ തുണ ഞങ്ങൾക്ക് ആരുമില്ല, ബദരീങ്ങളെ സഹായിക്കണേ. നേരെ വിപരീതമാണ് ഈ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇത് ശിർക്കാണ്, ഇത് ആദർശത്തിനെതിരാണ്, തൗഹീദിനെതിരാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ശുപാർശകരായിക്കൊണ്ട് വിളിച്ചു തേടുകയാണ്, അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള. ഞാൻ ആവർത്തിച്ച് പറയില്ല, നമുക്കൊക്കെ അറിയുന്നതാണ്. ശുഫാഉനാ ഇൻദല്ലാഹ് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹിലേക്ക് അടുപ്പിക്കാനാണ്, അള്ളാഹിന്റെ അടുക്കൽ ശുപാർശകരാണ്. പക്ഷെ മനുഷ്യർ ആലോചിക്കുന്നില്ലല്ലോ, ഇവർ പറയുന്ന ഈ വാദങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആശയങ്ങൾ തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ചില മാർഗങ്ങൾ മാത്രമാണ് തങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാത്മാക്കൾ എന്ന് വിശ്വസിച്ചവരോടാണ് റസൂല് ബദർ നടത്തിയത്. കഅബാലയം വിഗ്രഹങ്ങളിൽ നിന്ന് മുക്തമാക്കുന്ന സമയത്ത് 300-ലധികം വിഗ്രഹങ്ങളിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇവർ രണ്ടുപേരുടെയും വിഗ്രഹം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും സമൂഹത്തെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടുത്തെ ആളുകളൊക്കെ വിഗ്രഹങ്ങളോട്, അവർ വിഗ്രഹങ്ങൾ ആരാധിച്ചവരായിരുന്നു, വിഗ്രഹങ്ങളോട് സഹായം തേടിയവരായിരുന്നു എന്നതുകൊണ്ടാണ് ശിർക്കായത്. നമ്മൾ വിഗ്രഹങ്ങളോടല്ലല്ലോ തേടുന്നത്. ലോകത്ത് ഏത് വിഗ്രഹാരാധകനാണ് വിഗ്രഹത്തോടാണ് ഞാൻ ചോദിക്കുന്നത്, കേവല വിഗ്രഹമാണ് എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയാം? ഒരാളും പറയില്ല. നമ്മൾ സാധാരണയായി നമ്മുടെ നാട്ടിൽ കടകളിലൊക്കെ ഈ ഹൈന്ദവരായ ആളുകൾ അവർക്ക് ആരാധിക്കാനുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. ഗണപതി അതുപോലെയുള്ള അവരുടെ ആരാധനാമൂർത്തികളുടെ. അതിനവര് അപ്പൊ തന്നെ ആരാധന തുടങ്ങൂല, അത് അവർ കാണുന്നത് ഒരു വിഗ്രഹമായിട്ടാണ്. പിന്നെ അടുത്തൊരു രംഗമുണ്ട്, എന്താ? ആ ദേവതൻ, ആ ആരാധിക്കപ്പെടുന്ന മൂർത്തിയുടെ ആത്മാവിനെ, ചൈതന്യത്തെ ഈ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുക എന്ന് പറയുന്നത്. അതും കൂടി കഴിയുമ്പോൾ മാത്രമാണ് അതെന്ത് ചെയ്യുന്നത്, അത് ആരാധനക്ക് സജ്ജമെന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം എന്താ? ഞങ്ങൾ ഈ വിഗ്രഹത്തെല്ലാം ആരാധിക്കുന്നത്, മറിച്ച് ഈ വിഗ്രഹം ഞങ്ങൾ മുമ്പിൽ വെക്കുന്നത് ഞങ്ങളുടെ ചിന്തയെ അത് തെറിച്ചു പോവാതെ ഈ ആരാധനാമൂർത്തിയിൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതിന് പിന്നിലുള്ള ഒരു പുണ്യാളനുണ്ട്, അദ്ദേഹമാണ് ഞങ്ങളെ സഹായിക്കുന്നത്, ഈ വിഗ്രഹമല്ല. അതല്ല ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ അവർ വിശ്വസിച്ച് ഇബ്രാഹിം നബി ആ വിഗ്രഹങ്ങളെ തച്ചുടച്ച സന്ദർഭത്തിൽ പറയുന്നുണ്ടല്ലോ, ഇബ്രാഹിം, ഇബ്രാഹിം ഞങ്ങളുടെ വിഗ്രഹങ്ങളോട് ഈ തോന്നിവാസം ചെയ്തത് നീയാണോ? അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, അല്ല, വലിയോൻ ചെയ്തതാണ് ആ വലിയ വിഗ്രഹം, തോളിൽ മഴവുമായി നിൽക്കുന്ന ആ വിഗ്രഹം. ചോദിച്ചാളി, അവർ കൊടുത്ത മറുപടി എന്താ? നിനക്കറിയൂല ഈ വിഗ്രഹം ഉണ്ടൂല, ഈ വിഗ്രഹങ്ങൾ സംസാരിക്കൂല. ഒന്നാലോചിച്ചു, ഈ വിഗ്രഹങ്ങൾക്ക് മനുഷ്യൻ ചെയ്യുന്നത് പോലെ ഒരു പണി ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്കറിയില്ലേ? ആരാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? പഠിപ്പിച്ചു കൊടുക്കുന്നത് വിഗ്രഹാരാധകരാ. ആർക്കാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? തൗഹീദി മില്ലത്തിന്റെ നേതാവിന് പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് പോലും അറിയുന്ന ഒരു വസ്തുതയാണത്. കേവലം ഈ വസ്തുതയുടെ വിഷയത്തിൽ അങ്ങനെ എന്ത് സംഭവിക്കൂല? ഇത് ഒരു വിഗ്രഹം എന്നതുകൊണ്ടല്ല അവിടെ ശിർക്കായത്. വിഗ്രഹം സഹായിക്കുമെന്ന് അവരാരും വിശ്വസിച്ചിട്ടില്ല. ഇതൊരു പരമയാഥാർത്ഥ്യമാണ്. അത് ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന, മനസ്സിലാകുന്ന വിഷയമാണ്. എന്നിട്ടും ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. നമ്മൾ ആദർശം പറയും, മൊത്തത്തിൽ നമ്മുടെ ഈ തൗഹീദി പ്രബോധനങ്ങൾ നടക്കുന്നു, ആശയപ്രചരണങ്ങൾ നടക്കുന്നു, പക്ഷെ ആളുകൾ ഇതിനോടുകൂടി ഉൾക്കൊള്ളുന്നില്ല. ഞങ്ങളുടെ പ്രപിതാക്കന്മാരിൽ നിന്ന് കണ്ട ആശയങ്ങൾ അതങ്ങനെ തന്നെ പിന്തുടരുകയാണ് എന്ന് വിശ്വസിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനെ എത്ര അപകടകരമായ രൂപത്തിലാണ് വക്രീകരിച്ചത്. ഞാൻ ആ വിഷയം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ആ സംസാരത്തിന്റെ ആദ്യ ഭാഗം അവസാനിപ്പിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? ലാ മഅബൂദ ഇല്ലല്ലാഹ്. അതിനെ കണ്ടവർക്ക് തോന്നുന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കുകയാണ്. സൂഫിയാക്കൾ അതിനർത്ഥം പറയാറ് സാധാരണ ലാ മഅബൂദ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ഇല്ലല്ലാഹ് അല്ല. അതിനർത്ഥം ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്നല്ല, ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്. അതേ അതിനർത്ഥമുള്ളൂ.
ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അല്ലാതെ ആരാധിക്കപ്പെടുന്നവനില്ല എന്ന് പറഞ്ഞ അദ്വൈതവാദാണത്. ആരാധിക്കപ്പെടുന്നത് മുഴുവൻ അള്ളയാണ്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ കഴിയില്ല. ബിംബത്തെ ആരാധിച്ചാലും, ജിന്നിനെ ആരാധിച്ചാലും, മലക്കിനെ ആരാധിച്ചാലും, കല്ലിനെ ആരാധിച്ചാലും, മുള്ളിനെ ആരാധിച്ചാലും ഒക്കെയുടെ ആരാധന ചെന്നെത്തുന്നത് അള്ളാഹുവിലാണ്. അല്ലല്ലോ അതിന്റെ അർത്ഥം. പിന്നെന്തിനാ 23 കൊല്ലക്കാലം റസൂല് ഈ പ്രതിരോധിച്ചത്? ഇത് സത്യമായിരുന്നെങ്കിൽ, ഇതായിരുന്നു തന്റെ ആശയമെങ്കിൽ അവരുടെ കൂടെ നിൽക്കല്ലേ ചെയ്യേണ്ടത്? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. വ്യാഖ്യാനിച്ചു നോക്കൂ. സാധാരണയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഒന്നാമത് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കും, അവിശ്വാസികളായ ആൾ തെറ്റിദ്ധരിപ്പിക്കും. അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പൊതുസമൂഹത്തോട് തൗഹീദ് പറയുമ്പോൾ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള കമ്മ്യൂണിറ്റിയോട് തൗഹീദ് പറയുമ്പം നമ്മൾ അള്ളാ എന്ന് പറയുമ്പം അവരിൽ നല്ലൊരു ശതമാനവും മനസ്സിലാക്കുന്ന ഒരു അർത്ഥമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അത് മുഹമ്മദ് കൊണ്ടുവന്ന ഒരാശയാണ്. മുഹമ്മദ് പറഞ്ഞു ഈ വിഗ്രഹങ്ങളൊന്നും ആരാധിക്കരുത്, എന്റെ വിഗ്രഹം അള്ളാഹ് എന്ന വിഗ്രഹമാണ്, ഈ വിഗ്രഹം അല്ലാതെ വേറൊരു ദൈവവുമില്ല. ഇതാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മനസ്സിലുള്ളത്. മുഹമ്മദ് നബിയുടെ ഒരു ആരാധനാമൂർത്തിയാണ് അള്ളാഹ്, ഒരു വിഗ്രഹത്തിന്റെ പേരാണത്. മുഹമ്മദ് നബി വന്ന് പറഞ്ഞത് നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയൊക്കെ ഒഴിവാക്കി എന്റെ വിഗ്രഹമായ അള്ളാഹുവിലേക്ക് വരണം എന്നതാണ് അദ്ദേഹം നടത്തിയ തൗഹീദി പ്രബോധനം എന്ന്. അല്ലല്ലോ, അള്ളാഹ് എന്ന് പറയുന്നത്, അള്ളാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ഉദ്ദേശിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ പദല്ലേ? അൽ പ്ലസ് ഇലാഹ അള്ളാഹ്. അള്ളാഹ് എന്ന പദത്തിനർത്ഥം എന്താ? ദ ഗോഡ്, റിയൽ ഗോഡ്, അൾട്ടിമേറ്റ് ഗോഡ്, യഥാർത്ഥ ദൈവം, സത്യദൈവം, അള്ളാഹ്. ഇതാണ് അള്ളാഹ് എന്ന പദത്തിനർത്ഥം. ഇനി സാധാരണ നമ്മുടെ നാട്ടിലുള്ള ബൈബിൾ എടുത്താൽ പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമത്തിന്റെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വചനം പറയുന്നത് ആദിയിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ വാചകം മാത്രം എടുക്കുക. ഇനി അതേ ബൈബിളിന്റെ അറബി തഫ്സീർ എടുക്കുക നമ്മൾ, അല്ലെങ്കിൽ അറബി പരിഭാഷ തർജ്ജമ എടുക്കുക. ബൈബിളിന്റെ അറബി തർജ്ജമയിൽ അതാരാ വായിക്കുന്നത്? ക്രിസ്ത്യാനികളായ സൗദിയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെയുള്ള എമ്പാടുമുള്ള, ലബനാനിൽ ധാരാളം കാണപ്പെടുന്ന അറബികളായ ക്രൈസ്തവരായ ആളുകൾ. അവരെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുക പോലുമില്ല. അള്ളാഹ് എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞൊരു അനുഭവം ഉണ്ട്. കുറെ കാലം ഗൾഫ് ജീവിതത്തിനിടയിൽ അദ്ദേഹം മരിച്ചുപോയി, റഹ്മഹുല്ല. അദ്ദേഹത്തിന് ഒരു അറബിയുമായി പരിചയം ഉണ്ടായിരുന്നു. ഭാഷാ പാണ്ഡിത്യവും ഇദ്ദേഹത്തിന്റെ കവിതയിലുള്ള താല്പര്യവും മൂലം ഇദ്ദേഹത്തിനോട് അറബിക്ക് വലിയ ഇഷ്ടമായി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ നീണ്ട ബന്ധം. ഒരിക്കൽ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടു, അറബിയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോ ആ അറബിയുടെ ഒരു ചോദ്യം, മാ ളന്നുക ഫീ ഈസ, ഈസയെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? അത് പറഞ്ഞു, ഈസ റസൂലുള്ളാഹ് റൂഹും മിൻഹു അൽഖഹ ഇലാ മറിയം. അത് അള്ളാഹു പ്രത്യേകമായ അത്ഭുതത്തോടു കൂടി സൃഷ്ടിച്ച മറിയം, കന്യാമറിയമിലുണ്ടായ റളിയല്ലാഹു അൻഹയിലുണ്ടായ അള്ളാഹുവിന്റെ അത്ഭുത സൃഷ്ടിയാണ് ഈസ. ലാ വല്ലാഹി ഹുവ ഇബ്നുല്ലാഹ്, ലാ വല്ലാഹി ഹുവ ഇബ്നുല്ലാഹ്, അല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ പുത്രനാണ്. അപ്പോഴാണ് ഈ മുമ്പിലിരിക്കുന്ന കഥാപാത്രം ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലായത്. ഞാൻ പറയുന്നത്, ഇത്തരം ക്രിസ്ത്യാനികൾ പാരായണം ചെയ്യുന്ന ബൈബിളിന്റെ ഒന്നാമത്തെ വചനം പോലും എങ്ങനെ തുടങ്ങുന്നത് അറിയോ? ഫിൽ ബദ്ഇ ഖലഖല്ലാഹുസ് സമാവാതി വൽ അർള. ആരംഭത്തിൽ ദൈവം, അല്ലാഹു, കണ്ടോ, ഖലഖല്ലാഹ്, അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അതേ വചനത്തിൽ 2 പ്രാവശ്യമാണ് അല്ലാഹു എന്ന പദം പ്രയോഗിക്കുന്നത്. വറൂഹുല്ലാഹി യരിഫു അലാ വജ്ഹിൽ മിയാ, 2 സ്ഥലത്ത്. അപ്പൊ അല്ലാഹു എന്നുള്ളത് നമ്മുടെ ദൈവത്തിന്റെ പേരെന്നല്ല, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അജയ്യനായ ആരാധനകളുടെ യഥാർത്ഥ ഉടമസ്ഥനായ അല്ലാഹ്, ദൈവം, സാക്ഷാൽ ദൈവം, അഖില ലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകദൈവം എന്നാണ് ആ പദത്തിനർത്ഥം. ഇതിനെ ഏതൊക്കെ രൂപത്തിലാണ് വ്യാഖ്യാനിച്ചത് നിങ്ങൾ നോക്കൂ. ഒന്ന്, സാധാരണയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്കിടയിലുള്ള ഈ പൗരോഹിത്യം അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്. എന്ത്? ഇലാഹായി കൊണ്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ ശിർക്കില്ല. ഞാൻ ആരാധിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആപൽഘട്ടങ്ങളിൽ സഹായം ചോദിക്കുന്ന,
ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അടക്കമുള്ള ഔലിയാക്കന്മാർ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ഇലാഹ് അല്ല മാത്രമേ ഉള്ളൂ. എല്ലാത്തിന്റെയും ഉടമസ്ഥനും കഴിവുള്ളവനും ഏകനായവനും അല്ല മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ അള്ളാഹുവിന്റെ കഴിവിനാൽ നമ്മളെ സഹായിക്കുന്ന ചില സൃഷ്ടികൾ മാത്രമാണ് എന്ന് വിശ്വസിച്ചാൽ ശിർക്ക് സംഭവിക്കൂല എന്നുള്ളതാണ്. അപ്പൊ സ്വയം പര്യാപ്തതയുണ്ട്, സ്വയം ഇലാഹാണ് എന്ന വിശ്വാസത്തിൽ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുമ്പോഴാണ് ശിർക്ക് സംഭവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അത് തെളിവ് തിരിക്കും. സാധാരണ സൂറത്തു ശുആറയിലെ ഒരു ആയത്ത്, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അള്ളാഹുവിനെ തന്നെയാണ് ഞങ്ങൾ വലിയ വഴികേടിലായിരുന്നു. ഇത് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, ഇത് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ ലോകരക്ഷിതാവിനോട് നിങ്ങളോട് സമമാക്കിയത് കൊണ്ടാണ് അത് സംഭവിച്ചത്. മണ്ണാർക്കാടെന്ന് ഞാനിത് പറയുന്നത്. മണ്ണാർക്കാട് സംവാദത്തിൽ അവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട തുരുപ്പ് ചീട്ടും അതായിരുന്നു. ഖുർആൻ ദുർവ്യാഖ്യാനത്തിന്റെ അപ്പോസ്തലനായി മാറിയ ഒരു മതപുരോഹിതൻ കൊണ്ടുവന്ന ഒരു വ്യാഖ്യാനമായിരുന്നത്. ഇത് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിനോട് നിങ്ങൾ സമനാണ്, ഞങ്ങൾ നിന്നെ സമപ്പെടുത്തി. അപ്പൊ അള്ളാഹുവും ആരാധിക്കപ്പെടുന്ന നമ്മൾ വിളിച്ചു തേടുന്ന ഔലിയാക്കന്മാരും അള്ളാഹും ബറാബറാണ്, പരസ്പരം സമമാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ തൗഹീദിൽ വെള്ളം ചേർക്കപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ ആ നമ്മൾ വിളിച്ചു തേടുന്ന വ്യക്തി അള്ളാഹുവിന് താഴെയാണെന്ന് വിശ്വസിച്ചാൽ അതിലൊരു തെറ്റുമില്ല എന്ന് വ്യാഖ്യാനിച്ചു വിശുദ്ധ ഖുർആൻ. ഈ ഒരൊറ്റ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ മുഴുവനും പേര് കേട്ടാൽ ഈ പുരോഹിതന്മാർ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ടി വരും. കാരണം അവരുടെ വിശ്വാസം ഖുർആൻ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും. അല്ലയോ മനുഷ്യരെ, അവർക്കറിയുന്ന വസ്തുത പറയാണ്, അവർക്കറിയുന്ന തർക്കമില്ലാത്ത ഒരു വസ്തുത പറയാണ്. അല്ലയോ മനുഷ്യരെ, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാതെ വേറൊരു സൃഷ്ടാവ് നിങ്ങൾക്ക് ഉണ്ടോ? യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ജീവിതോപാധികൾ നൽകുന്ന അല്ലാതെ വേറെ ഏതെങ്കിലും ദൈവം നിങ്ങളുണ്ടോ? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറൊരു ഇലാഹില്ല. എന്നിട്ട് അള്ളാഹു പറയുന്ന വാക്ക് ഫഅന്നാ തുഫക്കുൻ, ഇത് നിങ്ങൾക്കറിയാം, എല്ലാത്തിന്റെയും പരമാധികാരി അള്ളയാണെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും എന്തേ നിങ്ങൾ ഈ മരിച്ചുപോയ മൺമറഞ്ഞുപോയ ഔലിയാക്കന്മാരിലേക്ക് മഹാന്മാരിലേക്ക് കൈനീട്ടുന്നു, എന്നിലേക്ക് നീട്ടാതെ? അവര് വിശ്വസിച്ചെന്താ? എല്ലാത്തിന്റെയും സുപ്രീം ലീഡർ ആയിട്ടുള്ളത്, എല്ലാത്തിന്റെയും ഏറ്റവും വലിയ നേതാവായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അങ്കബൂത്തിൽ 2 വട്ടം അത് ആവർത്തിക്കുന്നുണ്ട്. ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ആകാശങ്ങളെ സൃഷ്ടിച്ചത്? അള്ളയാണെന്ന് അവർ പറയും. സൂറത്തു ലുഖ്മാനിൽ ആവർത്തിക്കുന്നു, സൂറത്തു സുമറിൽ ആവർത്തിക്കുന്നു, സൂറത്തു സുഹ്റൂഫിൽ 2 വട്ടം ആവർത്തിക്കുന്നു. അവിടെയൊക്കെയും പറയാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചു നോക്കി നബിയെ, ചോദിച്ചു നോക്കി നബിയെ. മൻ ഖലഖഹും, ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു നോക്കി നബിയെ. അവരെന്താ മറുപടി പറയുന്നത്? അവരുടെ മറുപടി വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹ്. അപ്പം ഒരാൾ ഇലാഹാവുക എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാനെ പോലെ ആവണമെന്ന് അർത്ഥമല്ല. മനുഷ്യന് ഭൗതികത വിട്ടാൽ നമ്മളെ സഹായിക്കാൻ റബ്ബല്ലാതെ ആരുമില്ല. ഇതാണ് തൗഹീദിന്റെ അടിസ്ഥാനം. ഭൗതിക സംവിധാനങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് സഹായിക്കാൻ അള്ളാഹുവിനും അവൻ വെച്ച സംവിധാനങ്ങൾക്കുമല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന വിശ്വാസത്തെ അടിയുറപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി സൂറത്തുൽ അനാമിൽ പറയുന്ന ഒരു വിശദീകരണം ഉണ്ട്. ഇഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി തആല ശരീകൻ യുസാവിഹി ഫിൽ വുജൂബി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മ. നീ അറിഞ്ഞോ, പ്രപഞ്ചത്തിൽ ഒരു മുശ്രിക്കുമില്ല, ഒരു മുശ്രിക്കും അള്ളാനെ പോലെയാണ് തന്റെ ആരാധനാമൂർത്തി എന്ന് വിശ്വസിക്കുന്ന, ഒരേ കഴിവുകളുള്ള 2 അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പോലും പ്രപഞ്ചത്തിലില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ തൊട്ടുമുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ പറയുന്നു ലഖദ് അലിംത മാ ഹഉലാഇ യൻതിഖൂൻ, നിനക്കറിയില്ലേ ഇത് സംസാരിക്കൂല. അത്ര കൃത്യമാണ്. മക്കയിലെ മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചു ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബിംബങ്ങൾക്ക് സംസാരശേഷിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗുരുതരമായ ഒരു വാദമുഖമായിരുന്നു കേരളത്തിൽ നമ്മൾ കേട്ടത്. ചിലപ്പോൾ ബിംബങ്ങൾ സംസാരിച്ചേക്കാം, ആ ബിംബങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് ജിന്നുകൾ സംസാരിച്ചേക്കാം, ആ ബിംബങ്ങളാണ് സംസാരിക്കുന്നത് നമുക്ക് തോന്നിയേക്കാം.
എവിടേക്കാണ് നമ്മുടെ വിശ്വാസം? തൗഹീദ് പറഞ്ഞ നമ്മൾ എങ്ങോട്ടാണ് പോണത്? ഇങ്ങനെയൊക്കെ ഒരു പറയാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? ഞാൻ ആ വിഷയം കൂടി പറഞ്ഞിട്ട് ഈ ഭാഗത്ത് നിന്നും മാറുകയാണ്. നമ്മുടെ വിഷയത്തിന്റെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. എത്ര ഗുരുതരമായ ആശയമാണ്! നമ്മുടെ ജീവിതത്തിൽ അള്ളയല്ലാതെ സഹായിക്കാൻ ആപൽഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു ഭൗതികമല്ലാത്ത സൃഷ്ടി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവിടെ നമ്മുടെ നിർഭയത്വം പോയില്ലേ? അവിടെ നമ്മുടെ നിർഭയത്വം പോയില്ലേ? പുറത്തിറങ്ങിയാൽ, നടന്നാൽ, വാതില് തുറന്നാൽ, വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് എല്ലാം ജിന്നാണ്. ഒരു പുസ്തകം കേരളത്തിൽ രചിക്കപ്പെട്ടു. ഈ തൗഹീദിന്റെ സമാധാനത്തിന്റെ ചരട് മുറിക്കുന്ന, അടിവേരറക്കുന്ന ഒരു പുസ്തകം. MBBS ബിരുദധാരിയായ ഒരു ഡോക്ടറാണ് അത് എഴുതിയത്. MBBS കാരനായ ഒരു ഡോക്ടർ. അദ്ദേഹത്തിന്റെ പുസ്തകം, അതിന്റെ കയ്യിലുണ്ട് ആ പുസ്തകം. ആ പുസ്തകത്തിൽ മുഴുവൻ എഴുതി വെച്ചത് ഈ നിർഭയത്തെ തകർക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളോട് വിദ്വേഷം കൂടി, ചിലപ്പോൾ നിങ്ങൾക്ക് പണി തരാൻ വേണ്ടി ജിന്നുകൾ ഒരുങ്ങി നിൽക്കും. ചിലപ്പോൾ കൊട്ടേഷൻ കൊടുക്കും. ചിലപ്പോൾ നിങ്ങളോട് പ്രണയം കൂടി നിങ്ങളുടെ ശരീരത്തിൽ കയറി കൂടും. ഇങ്ങനെ ഗവേഷണം നടത്തുകയാണ്. PhDക്ക് വേണ്ടി ഗവേഷണം നടത്തുന്നത് പോലെ അഭൗതിക വിഷയങ്ങളിൽ ഖുർആനും ഹദീസും പറഞ്ഞെടുത്ത് നിൽക്കുന്നതിന് പകരം ഗവേഷണം നടത്തുകയാണ്. ഇതൊക്കെ ഒരു മനുഷ്യന്റെ സമാധാനം കൂട്ടുകയാണ് ചെയ്യുക, കുറയ്ക്കുകയാണ് ചെയ്യുക. ഖുർആനും ഹദീസും പറയുന്ന പരലോകവും ജിന്നും മലക്കും കേട്ടാൽ നമുക്കൊരു ബേജാറോ സമാധാനക്കേടോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവരുടെ വ്യാഖ്യാനങ്ങൾ കേട്ടാൽ കുട്ടികൾ പിന്നെ കൗൺസിലിംഗ് കൊടുക്കണം. കുട്ടി പുറത്തിറങ്ങുന്നില്ല. കാരണം കുട്ടിക്ക് ഓരോ പേടി. മറ്റു ജീവികളുടെ ഉപദ്രവം ഉണ്ടാകുമോ, ജിന്നിന്റെ ഉപദ്രവം ഉണ്ടാകുമോ, സമാധാനമില്ല, എനിക്ക് കുറച്ചു കാലമായി കുറെ പ്രയാസമുണ്ട്, ഇതിനെവരാണ് ഉപദ്രവിച്ചത്. ഇങ്ങനെ മനുഷ്യന്റെ നിർഭയത്വം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അല്ലാഹു പോരെ എന്ന് കേരളത്തിൽ മൊത്തം ഈ തൗഹീദി ആശയങ്ങളെ നമ്മൾ കൃത്യമായി പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്താണ്. എന്താണ് അതിന്റെ ആശയം? ആ ആശയത്തിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരികയാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും സഹായിക്കാനും കഴിയുന്ന ജിന്നുകൾ ഉണ്ടായേക്കാം. ജിന്നുകൾ നമ്മളെ സഹായിച്ചേക്കാം. എന്താ തെളിവ്? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹായിച്ചിട്ടില്ലേ? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജിന്നുകൾ സഹായിച്ചിട്ടില്ലേ എന്നുള്ള വസ്തുത നിഷേധിക്കാൻ പറ്റുമോ? ജിന്നുകൾ കടലിനടിയിൽ നിന്ന് മുത്തുവാരി കൊണ്ടുപോയി കൊടുത്തിട്ടില്ലേ? അപ്പൊ അതൊക്കെ ജിന്നിന്റെ കഴിവിൽപ്പെട്ടതല്ലേ? ആരെയാണ് ഇവർ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. കാരണം നമ്മൾ ഇത്രയും കാലം ഇവിടെ പുരോഹിതന്മാരോട് പറഞ്ഞപ്പം അവരെന്ത് മറുപടിയാണോ പറഞ്ഞത് അതാണ് ഈ പറയുന്നത്. അതെ, നിങ്ങൾ ഔലിയ മരിച്ചോരെ ജീവിപ്പിച്ചു, ജീവൻ കൊടുത്തു, രോഗം മാറ്റി എന്ന് പറയുമ്പോ ഈസാ നബി മാറ്റിയിട്ടില്ലേ? ഈസാ നബിയെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ? വയുഹ്യിൽ മൗത വയുബ്രിഉൽ അക്മഹ വൽ അബ്റാസ്. വെള്ളപ്പാണ്ടുകാരന് രോഗം ബാധിച്ച ആള്, ജന്മാന്ധത ബാധിച്ച ആൾക്ക് രോഗം മാറ്റി. അപ്പൊ അത് ശിർക്കാണോ? ഈസാ നബി മുശ്രിക്കായോ എന്ന് നമ്മളോട് ചോദിച്ച പുരോഹിതന്മാരെ അതേ ചോദ്യം. അപ്പം സുലൈമാൻ നബി മുശ്രിക്കായോ? സുലൈമാൻ നബി ജിന്നുകളോടല്ലേ സഹായം ചോദിച്ചത്? മുഅ്ജിസത്ത് എന്ന പാഠം മദ്രസയിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകന്മാരും മുഅ്ജിസത്തും എന്ന പാഠം കൃത്യമായി പഠിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഖാല റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി. മൂസാ നബിയുടെ പ്രാർത്ഥന, സുലൈമാൻ നബിയുടെ പ്രാർത്ഥന. സുലൈമാൻ നബി പ്രാർത്ഥിക്കാണ്, റബ്ബേ എനിക്ക് ഒരു അധികാരം നൽകണം. ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം എന്നെ പോലെ ആ വിഷയത്തിൽ ഒരു അധികാരം വേറെ ആർക്കും ഉണ്ടാവരുത്. ഇന്നക അൻതൽ വഹാബ്. അതിന് അല്ലാഹുവിന്റെ മറുപടി എന്താ? ഫസഖർനാ ലഹു റീഹ്. അദ്ദേഹത്തിന് ഞാൻ കാറ്റുകളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബി പറയും പോലെ കാറ്റ് അടിച്ചു വീശും, കാറ്റുകളിൽ കയറി അദ്ദേഹം യാത്ര ചെയ്യും. ഇത് നാളെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഔലിയപ്പാപ്പക്ക് ആ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ നമ്മൾ എന്താ പറയാ? ശിർക്കാണെന്ന് പറയാ. സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്ത് അദ്ദേഹത്തിന് അത് ന്യായമല്ല. പിന്നെ പറഞ്ഞു നോക്കൂ, ഫസഖർനാ ലഹു അർരീഹ തജ്രി ബിഅംരിഹി റുഖാഅൻ ഹൈതു അസാബ് വശയാത്തീന കുല്ല ബന്നാഇൻ ഗവാസ്. കടലിനടിയിൽ നിന്ന് മുങ്ങിപ്പോയി മുത്തുകളും മറ്റും വാരി കൊട്ടാരങ്ങളും വലിയ അത്ഭുതങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുന്ന പിശാചുക്കളെയും ഞാൻ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബിക്ക് പോലും ജീവിതത്തിൽ ഒരു മുസ്ലിം ജിന്നിന്റെ സഹായം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്തവർ മുഴുവനും ഷയാത്തീൻ എന്ന ഖുർആൻ പ്രയോഗിച്ച്. അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷയായിരുന്നു.
ഒന്ന് ആലോചിച്ച് നോക്കി. ബദറിൽ, ഉഹദിൽ പ്രവാചകന്റെ കിടങ്ങിൽ വീണ് പല്ല് പൊട്ടി രക്തമൊഴുകി, കവിളിൽ നിന്ന് രക്തമൊഴുകി, പ്രവാചകന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ശത്രുക്കൾ കഴുകന്മാരെ പോലെ വട്ടമിട്ടിട്ട് സ്വന്തം തങ്ങൾക്കും വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകനായ മുഹമ്മദ് നബിക്കാണല്ലോ ഈ അപകടമുണ്ടാവുന്നത് എന്ന് വിചാരിച്ച് ഒരു ജിന്നും വന്ന് റസൂലിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വാളെടുത്തതായി റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. മുഹമ്മദ് നബിക്ക് പോലും ലഭിക്കാത്ത ഒരു സഹായം നമ്മൾ അപകടത്തിൽ പെടുമ്പോൾ നമുക്ക് ലഭിച്ചേക്കാമെന്ന് വിശ്വസിക്കുന്നത് എന്തുമാത്രം വലിയ പിഴവാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ തൗഹീദ്? പരലോകത്തിന് വേണ്ടി. നമുക്ക് പരലോകമുണ്ട്. ആ പരലോക ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ, ആ പരലോക ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു. ഒരു മരണമുണ്ട്, നമ്മളെ കാത്തിരിക്കുന്ന മരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്ത അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ എല്ലാ രസച്ചരടും മുറിച്ചു കളയുന്ന, ആനന്ദം മുറിച്ചു കളയുന്ന, എല്ലാം അവസാനിപ്പിക്കുന്ന ഒരു മരണമുണ്ട്. അത് ഓർത്തോളി. അവിടെ നമുക്ക് ഈ ജീവിതം ഒന്നും ഉണ്ടാവില്ല. അവിടെ നമ്മുടെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ നമുക്ക് നമ്മളെ സഹായിക്കാൻ നമ്മുടെ വിശ്വാസവും നമ്മുടെ അമലു സ്വാലിഹും അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ സമ്പത്തോ നമ്മുടെ ബാങ്ക് ബാലൻസോ നമ്മുടെ കച്ചവടമോ ഒന്നുമില്ല. അത് തിരിച്ചറിഞ്ഞ് അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണ്. 1985 സിഡ്നി എന്ന് പറയുന്ന, ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച ഒരു ചെറുപ്പക്കാരൻ നമുക്ക് മാതൃകയാണ്, നമുക്ക് പാഠമാണ്. എന്താണ്? 85 ജനിക്കുന്നു, 25 വയസ്സാവുമ്പോഴേക്ക് കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽ പേര് കേൾക്കുന്നു. മുസ്ലിം കുടുംബമാണ്, അലി ബനാത്ത് എന്നാണ് പേര്. പക്ഷെ മതവുമായിക്കൊണ്ട് അദ്ദേഹത്തിന് ബന്ധമൊന്നുമില്ല. അയാൾ തൻ്റെ സമ്പത്തിലും അധികാരത്തിലും ജോലിയിലും ബാങ്ക് ബാലൻസിലും തൻ്റെ സർക്കാർ ശമ്പളത്തിലും ഒക്കെ മതിമറന്നു പോകുന്നു. നമ്മളൊക്കെ പോലെ തന്നെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡറി ആണല്ലോ ദീന്. നമ്മുടെ പ്രബോധനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിലുള്ളൊരു പരിപാടി അതുപോലും അദ്ദേഹത്തിനില്ല. അവസാനം ജീവിതം അടിച്ചു പൊളിക്കുകയാണ്. കോടികൾ വിലമതിക്കുന്ന കാറുകൾ, ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ, വാച്ച്, മൊബൈൽ ഫോണൊക്കെ ലക്ഷങ്ങളുടെ കോടികളുടെ വിലയുള്ള സാധനങ്ങൾ. 2015 അദ്ദേഹത്തിന് ഒരു ശാരീരിക പ്രയാസം കാരണം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാര് പരിശോധനകൾ നടത്തി, മെഡിക്കൽ റിപ്പോർട്ട് വന്നു, രക്താർബുദമാണ്, 4ാമത്തെ ഘട്ടത്തിലേക്ക്, 4th സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, മാക്സിമം പോയാൽ ഒരു 7 മാസം താങ്കൾക്ക് ജീവിക്കാം, അതേ ഞങ്ങൾ നിങ്ങളുടെ ആയുസ്സിൽ കാണുന്നത്. ആ മനുഷ്യനെ തിരിച്ച് ചിന്തിപ്പിച്ചത് ആ ഒരൊറ്റ കാര്യമാണ്. 29 കൊല്ലത്തെ തൻ്റെ ജീവിതം കൊണ്ട് താൻ എന്ത് നേടി എന്ന ഗൗരവകരമായ ചിന്ത. പിന്നീട് ആഫ്രിക്കയിലേക്ക് വിമാനം കയറുകയും പണം കൊടുത്ത് ജോലിക്കാരെ കൂടെ കൊണ്ടുപോവുകയും അവിടെ പാവപ്പെട്ടവരായ ആളുകൾക്ക് അത്താണിയായി മാറുകയും ദരിദ്രരായ ആളുകളെ സഹായിച്ചു, അനാഥ മക്കളെ ചേർത്തു പിടിച്ചു, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തു, മദ്രസകൾ സ്ഥാപിച്ചു, പള്ളികൾ സ്ഥാപിച്ചു. 29 കൊല്ലം തിരിച്ചു പിടിക്കാനുള്ള ഒരു മനുഷ്യന്റെ പടയോട്ടം. 7 മാസം എന്നുള്ളത് പടച്ചോൻ ഒരു 3 വർഷമാക്കി നീട്ടിക്കൊടുത്തു. 3 വർഷം റബ്ബിന്റെ കണക്കഥയായിരുന്നു. അവസാനം ഈ ലോകത്ത് നിന്ന് പിരിയുന്ന രംഗം പോലും ചിത്രീകരിച്ച വീഡിയോകൾക്ക് മുമ്പിൽ, ക്യാമറകൾക്ക് മുന്നിൽ വന്നുകൊണ്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, റബ്ബിനെ മറന്ന് ഭൗതിക ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ആനന്ദിച്ചു പോകുന്ന പുതിയ തലമുറക്ക് ഞാൻ പാഠമാവണം. ശരീരം ഓരോ ദിവസവും കൂടുതൽ ക്ഷീണിക്കുകയാണ്, രക്തം ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഭീകരമായ അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് പോലും ഈ മക്കളുടെ കൂടെ, ഈ പാവപ്പെട്ടവരുടെ കൂടെ ജീവിതം അവർക്ക് സമർപ്പിച്ച അലി ബനാത്ത് 2018 മെയ് മാസത്തിലെ റമളാനിലാണ് മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചോദിക്കണം, എൻ്റെ പാപങ്ങൾ പൊറുക്കാനും ഞാൻ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാനും. മരിച്ച് വർഷങ്ങൾക്കിപ്പുറത്തും, ഏകദേശം 7-8 വർഷങ്ങൾക്കപ്പുറത്തും അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇന്നും ആഫ്രിക്കയിൽ അലി ബനാത്ത് പ്രൊജക്ട് എന്ന പേരിൽ അനേകം ആളുകൾക്ക് വിശപ്പകറ്റാനും അവരുടെ പ്രയാസങ്ങൾ നീങ്ങാനും കാരണമാകുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് അവസാനമായി ഈ ക്യാൻസറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മരണത്തിന് തൊട്ട് മുമ്പ് അടുത്ത കാലത്ത് നടന്നൊരു ഇന്റർവ്യൂവിൽ നടന്ന ചോദ്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ഗിഫ്റ്റഡ് ബൈ ഗോഡ്, എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ സമ്മാനാണ് ക്യാൻസർ. അത് ആത്മാർത്ഥമായി പറഞ്ഞാണ്. എൻ്റെ റബ്ബ് എനിക്ക് ചെയ്ത, ഞാൻ റബ്ബിന് ഏറ്റവും നന്ദി പറയേണ്ടത്
എൻ്റെ കോടികളുടെ ബാങ്ക് ബാലൻസിനല്ല, എൻ്റെ വിജയിച്ച കച്ചവടത്തിനല്ല, എൻ്റെ ഭൗതികമായ ഒന്നിനുമല്ല ഞാൻ എൻ്റെ റബ്ബിന് ഏറ്റവും അധികം നന്ദി പറയുന്നത് ക്യാൻസറിനാണ്. എന്നെ തിരിച്ചു നടത്തിയതും എനിക്ക് ബോധം നൽകിയതും എനിക്ക് പരലോകം തിരിച്ചു പിടിക്കാൻ എനിക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകിയതും ഈ ക്യാൻസറാണ്. എൻ്റെ റബ്ബിന് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഈ ക്യാൻസറിനാണ്. നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഖലാസ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാഹനത്തിൽ ഒരു നിമിഷ നേരത്തെ നമ്മുടെ ഒരു അശ്രദ്ധ, ഒരു സെക്കൻഡ് നേരം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ അവിടെ അവസാനിക്കും. എത്ര അനുഭവങ്ങളാണ് നമുക്ക് ചുറ്റുള്ളത്. ഇത് തിരിച്ചറിയുകയും അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നാളെ പരലോകത്ത് ഈ വിജയിച്ച് ഒരാളെ കാത്തിരിക്കുന്നത് മഹാനുഗ്രഹങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഇതാണ് നമ്മളെ പരമലക്ഷ്യം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കുകയും ചെയ്തവർക്ക് നിങ്ങൾക്ക് നിങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു ലോകമുണ്ട്. ആരാ പറഞ്ഞത്? അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ നൽകിയ വാഗ്ദാനാണെങ്കിൽ നമുക്ക് തള്ളിക്കളയായിരുന്നു. നമുക്ക് ഇതിനേക്കാൾ സന്തോഷവും ആനന്ദവും രുചികരവുമായ ആനന്ദദായകമായ ജീവിതം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? നമുക്ക് ആരാണോ ഈ ജീവിതം നൽകിയത് അവൻ തന്നെ പറഞ്ഞത്. അവന് നൽകാൻ കഴിവുള്ളവനാണ്. അതിൽ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. നിരന്തരം നിത്യവാസികളായി വിട്ടുമാറാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിക്കാരനെ കുറിച്ച്. സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിക്കാരൻ, അയാൾക്ക് എന്താ ലഭിക്കുക? അയാൾക്ക് ലഭിക്കുന്നത് പോലും ചിന്തിക്കാൻ കഴിയാത്ത സൗഭാഗ്യങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദാ അറാദ അല്ലാഹു റഹ്മതൻ മൻ അറാദ മിൻ അഹ്ലിൻ നാർ. നരകത്തിൽ നിന്നൊരു മനുഷ്യൻ അള്ളാഹു വല്ല കാരുണ്യം ഉദ്ദേശിച്ചാൽ, തൗഹീദ് ഉണ്ട് ആ മനുഷ്യൻ, തൗഹീദ് ഉണ്ട്, തൗഹീദിൽ അയാൾക്ക് അബദ്ധം പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തൗഹീദ്, ഈമാനിന്റെ അളവ് തിന്മകളിൽ നിന്ന് മാറി നിന്ന് സ്വർഗപ്രവേശനം, നരകത്തിലേക്ക് പ്രവേശിക്കാതെ സ്വർഗപ്രവേശനം നേടാൻ മാത്രം ശക്തമായിരുന്നില്ല എന്നതുകൊണ്ട് പാപക്കറകൾ കൂടിയത് കൊണ്ട് നരകത്തിൽ കിടക്കേണ്ടി വന്ന മനുഷ്യന്മാരിൽ ഒരാൾ, അവസാനത്തെ വണ്ടി കയറുന്ന ആള്. അതിനപ്പുറത്ത് ഇനി ഒരാൾക്ക് അവിടുന്ന് പ്രവേശിക്കാനില്ല. അങ്ങനെയുണ്ടല്ലോ, റാങ്ക് ലിസ്റ്റ് ഇടുമ്പോ അവസാനം അങ്ങോട്ട് കയറുക എന്ന് പറയുന്നത് അയാൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം ചിലപ്പോൾ ആദ്യം റാങ്കുകാരന് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം തൻ്റെ തൊട്ട് താഴെ നരകാണ്. അതിൽ നിന്ന് അവസാനം റബ്ബിന്റെ കാരുണ്യം എത്തിപ്പിടിച്ചത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു കൽപ്പിക്കും. അമറല്ലാഹുൽ മലായികത യുഖ്രിജു മൻ കാന യഅബ്ദുല്ലാഹ ഫയുഖ്രിജൂനഹും ഫയസുബ്ബു അലൈഹിം മാഅൽ ഹയാത്ത്. ജീവിതത്തിന്റെ വെള്ളം, മാഉൽ ഹയാത്ത് എന്ന ഹദീസ് പ്രയോഗിച്ചത്, വെള്ളം ഒഴിച്ചു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളം ഒഴുകുന്ന അരികിലൊക്കെ വളരുന്ന സസ്യങ്ങൾ പുഷ്ടിയോടുകൂടി വളരും. അതേപോലെ ഈ വ്യക്തിയുടെ ശരീരവും സൗന്ദര്യവും പൂർവാധികം സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് അയാളോട് മാറും. എന്നിട്ട് അദ്ദേഹത്തോട് അള്ളാഹു പറയുന്ന രംഗമുണ്ട്, ലാസ്റ്റ് അത് കുറച്ച് സുദീർഘം, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ആള് തിരിച്ചു ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിൽ ഞാൻ കയറി, ഈ കണ്ട മാത്രം മനുഷ്യന്മാര് മുഴുവനും കയറിയിട്ട് എനിക്ക് സ്വർഗത്തിൽ ഇനി വല്ലതും ബാക്കിയുണ്ടോ എന്ന് അദ്ദേഹം വിചാരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബി വജദ്തുഹാ മൽആ. റബ്ബേ, ഈ സ്വർഗത്തിൽ എനിക്ക് വല്ല പ്രവേശനത്തിനുള്ള അർഹത ഉണ്ടോ? അതിന്റെ ആളുകൾ അഹ്ലുകാർ കയറി എടുത്തുപോയില്ലേ? അത് നിറഞ്ഞു കിടക്കല്ലേ? ഫയഖൂലു ഫി സാലിസ, 2ഉം 3ഉം വട്ടം അള്ളാഹു പറയും, ഉദ്ഖുലിൽ ജന്ന, കയറിക്കോ, നിനക്കുണ്ട്. 3ാമത്തെ വട്ടം അള്ളാഹു ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? അതർദാ അൻ യകൂന ലക മിനൽ ജന്നതി മിസ്ലു മലികിൻ മിൻ മുലൂകി ദുനിയ. നിനക്ക് സ്വർഗത്തില് ദുനിയാവിൽ ജീവിച്ച് മരിച്ചുപോയ രാജാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അനുഗ്രഹത്തിന് തത്തുല്യമായത് നൽകിയാൽ മതിയോ? ആ ചോദ്യം, ദുനിയാവിൽ ജീവിച്ച ഒരു രാജാവിന് കിട്ടിയ സന്തോഷവും ഇവിടുത്തെ സമൃദ്ധി ഉണ്ടല്ലോ, അത്ര തന്നാൽ നിനക്ക് തൃപ്താകുമോ? ഐ റബ്ബി റദീ, പടച്ചോനെ ഞാൻ തൃപ്തനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അള്ളാഹു അദ്ദേഹത്തോട് പറയും, എങ്കിൽ ലക മിസ്ലുഹു വമിസ്ലുഹു വമിസ്ലുഹു, നിനക്കതുണ്ട്, അതിന്റെ ഇരട്ടിയുണ്ട്, 3 ഇരട്ടിയുണ്ട്. അത് മാത്രം കൊണ്ട് നിർത്തിയോ? ഇല്ല,
അദ്ദേഹം പറയണം ഐ റബ്ബി റദീത്, എനിക്ക് തൃപ്തിയായി മതി. വീണ്ടും അള്ളാഹു പറയാണ് ഇന്നലക ഹാദാ വഅശറതു അംസാലിഹാ മഅ, ഇതും ഇതിന് 10 ഇരട്ടിയുണ്ട്. പിന്നെ പറയുന്നത് എന്താ? പിന്നെ നിനക്ക് ആഗ്രഹിക്കുന്നത് മുഴുവനുണ്ട്. നിന്റെ കണ്ണിന് ആനന്ദം പകരുന്ന നീ ആഗ്രഹിക്കുന്നത്. അപ്പൊ അയാൾ വിശ്വസിക്കാൻ കഴിയാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ റബ്ബ് അതസ്ഖറു ബി വതദ്ഹഖു ബി വഅൻത റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ നീ എന്നെ പരിഹസിക്കണോ? ഇത് യാഥാർത്ഥ്യമാണോ നീ പറയുന്നത്? ഇതിനു മാത്രം എനിക്കുണ്ടോ? ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു എന്നാ. ഹത്താ ബദത് നവാജിദുഹു അൽറാസുഹു, പ്രവാചകന്റെ അണപ്പല്ലുകൾ ഇങ്ങനെ കാണുമാറ് ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക അദ്നാ അഹ്ലുൽ ജന്നതി മൻസിലതൻ, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിക്കാരനാണ് അയാൾ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിലെ ഏറ്റവും ഉന്നതമായ സൗഭാഗ്യം എന്തെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗവാസികളെല്ലാം പ്രവേശിച്ചു കഴിയുമ്പം അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതുരീദൂന ശൈഅൻ അസീദുക്കും, ഞാൻ നിങ്ങൾക്ക് വല്ലതും അധികരിച്ചു തരട്ടെ? ഇത് ചെറിയ ചോദ്യമല്ലല്ലോ. കാരണം ജീവിതകാലം മുഴുവൻ നമ്മൾ അനുഭവിച്ചത് ഈ ദീനിന്റെ പേരിൽ പരിഹസിക്കപ്പെട്ടത്, ആക്ഷേപിക്കപ്പെട്ടത്, തോന്നിവാസങ്ങൾ വിളിക്കപ്പെടാൻ കാരണമായി, ആളുകൾ വിഡ്ഢികളെന്ന് വിളിച്ചു, ആക്ഷേപിച്ചു, പരിഹസിച്ചു. പടച്ചവന് അതിന് മുഴുവൻ തരികയാണ്. പടച്ചവൻ തന്നിട്ട് മതിയല്ല. പടച്ചവൻ അതൊരീദൂന ശൈഅൻ അസീദുക്കും, ഇനി എന്തെങ്കിലും വേണോ? അവര് തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, സ്വർഗവാസികളായ ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, യാ റബ്ബ് അലം തുബയ്യിദ് വുജൂഹനാ അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിനാ മിനൻ നാർ, ഞങ്ങളെ നരകത്ത് നിന്ന് കാത്ത് രക്ഷിച്ചില്ലേ, ഞങ്ങളുടെ മുഖത്തെ നീ വെളുപ്പിച്ചില്ലേ, ഈ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ പ്രവേശിപ്പിച്ചിട്ടില്ലേ, ഇതിനേക്കാൾ വലുത് എന്താ ഉള്ളത്? ഫയുക്ഷഫുൽ ഹിജാബ്, അല്ലാഹു മറ നീക്കും, കണ്ണിന്റെ മറ അല്ലാഹു അങ്ങനെ നീക്കും. ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ അവർ നേരിട്ട് കാണും. അപ്പൊ അവർക്ക് ബോധ്യാവും, തങ്ങളുടെ റബ്ബിനെ കാണുന്നതിനേക്കാൾ ആസ്വാദ്യകരമായ ഒന്നും ഞങ്ങൾ സ്വർഗത്തിൽ അനുഭവിച്ചിട്ടില്ല. വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രകാശിച്ചു ജ്വലിച്ചുകൊണ്ടിരിക്കും. ആ പ്രകാശത്തിനും ജ്വലനത്തിനും കാരണം തങ്ങളുടെ റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. മദീനയിൽ നിന്ന് റസൂല് ഒരു ബദറുള്ള ദിവസം പുറത്തിറങ്ങി, പൂർണ്ണചന്ദ്രനുള്ള നിലാവുള്ള ദിവസം പുറത്തിറങ്ങി. ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂല് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദാ, ഈ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങളുടെ റബ്ബിനെ കാണാൻ നിങ്ങൾക്ക് അല്ലാഹു അവസരം നൽകും. ലാ തുളാമൂന ഫി റുഅ്യതിഹി, നിങ്ങളുടെ കാഴ്ചയിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ പരമോന്നത ലക്ഷ്യം, അള്ളാഹുവിനെ കാണുക. നമ്മുടെ ജീവിതത്തിന്റെ പരിശ്രമങ്ങളുടെ എൻഡ്, അതിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന്റെ ലാസ്റ്റ് ഘട്ടം അള്ളാഹിനെ കാണാനാണ്. എന്തിനാണ് റമളാൻ? അള്ളാഹിനെ കാണാനാണ്. എന്തിനാണ് ആരാധന കർമ്മങ്ങൾ? റബ്ബേ നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ലദ്ദത്ത് ലഭിക്കാനാണ്. അതിനൊന്നാമതായി വേണ്ടത് എന്താണ്? തൗഹീദാണ്. ആ തൗഹീദ് ഇല്ലെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിയുകയും തൗഹീദിന് പരമപ്രാധാന്യം കൊടുത്ത് പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാം നമ്മുടെ ഈ വിജ്ഞാനവേദിയുടെ അവസാനത്തെ ആഴ്ചയാണ് 15-ാം തീയതി, അടുത്ത ഞായറാഴ്ച. വളരെ നേരത്തെ തന്നെ ബാദുഷാ ബാക്കവി നമ്മുടെ ക്ലാസ്സിൽ എത്തിച്ചേരുകയും അദ്ദേഹത്തിന് നേരത്തെ പോവേണ്ടതുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ആ കാര്യം സൂചിപ്പിക്കുന്നത്, വൈകിയെത്തിയാൽ സ്വാഭാവികമായും നമ്മുടെ സദസ്സ് കുറഞ്ഞു പോകും എന്ന ഒരു ഭയം, അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. നിർബന്ധമായും നിങ്ങൾ അടുത്ത ആഴ്ച നേരത്തെ തന്നെ എത്തണം.
വളരെ കൃത്യമായി ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം വളരെ ബോധപൂർവം ഇവിടെ വിശദീകരിക്കേണ്ടായി. അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനം